പ്രതീക്ഷിച്ച ജനപ്രിയ പ്രഖ്യാപനങ്ങളില്ലാതെ പിണറായി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ് വികസനത്തിലും ക്ഷേമത്തിലും ഊന്നിയുള്ളതാണ് ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റ്. ഭൂനികുതി കുത്തനെ കൂട്ടി, ഇലക്ട്രോണിക് വാഹനങ്ങളുടെ നികുതിയും കൂട്ടി. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്ക് 750 കോടിയുടെ സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയും ചേർത്തുപിടിക്കുകയാണ് സർക്കാർ. ശമ്പള പരിഷ്കരണ തുകയുടെ 2 ഗഡു ഈ വർഷം തന്നെ നൽകുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും കുടിശ്ശിക കൊടുത്തു തീർക്കുമെന്ന പ്രഖ്യാപനം മാത്രമാണ് ധനമന്ത്രി നടത്തിയത്. യാഥാർത്ഥ്യബോധമില്ലാത്ത പൊള്ളയായ ബജറ്റെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രതികരണം. രാജ്യത്തെ ഏറ്റവും ബൃഹത്തായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി കേരളത്തിലാണ്. 60 ലക്ഷത്തോളം പേർക്ക് പ്രതിമാസം 1600 രൂപ പെൻഷനായി നൽകാൻ 11,000 കോടി രൂപയിലധികമാണ് സർക്കാർ ചെലവാക്കുന്നത്. ഈ സർക്കാർ ഇതുവരെ പെൻഷന് വേണ്ടി 33,210 കോടി രൂപ ചെലവാക്കി. അപ്പോൾ അത് ഇതിനകത്ത് ആകെ കേന്ദ്രത്തിൻ്റെ 2% തുക മാത്രമേ കിട്ടുന്നുള്ളൂ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ റൂൾ 300 അനുസരിച്ച് ഇനി 3 കുടിശ്ശികകൾ കൊടുത്തു തീർക്കാനുണ്ട്. അത് സമയബന്ധമായി ഏകദേശം 3000 കോടി രൂപയിലധികം സമയബന്ധമായി കൊടുത്തു തീർക്കും എന്നുള്ള സഭയിൽ ഉറപ്പ് തരികയാണ്. യഥാർത്ഥത്തിൽ ഇത് പൊള്ളയായ ഒരു ബജറ്റാണ്. 700 കോടി രൂപ സപ്ലൈകോയ്ക്ക് വെച്ചിരിക്കുന്നു. സപ്ലൈകോയ്ക്ക് സർക്കാർ തന്നെ ഇപ്പൊ അത്രയും പൈസ കൊടുക്കാറുണ്ട്, കടമായിട്ട് കൊടുക്കാറുണ്ട്. ആ കടം തീർത്താൽ പിന്നെ സപ്ലൈകോയ്ക്ക് വർക്ക് ചെയ്യാനുള്ള പ്രവർത്തന മൂലധനം ഇല്ല. എല്ലാ സ്ഥാപനങ്ങളും എല്ലാ വകുപ്പുകളും ഇങ്ങനെയാണ്. സർക്കാരിന്റെ ബാധ്യത തീർക്കാനുള്ള പണം പോലും ഈ പ്രാവശ്യം വെച്ചിട്ടില്ല. വിവരങ്ങളുമായി റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നു. റോഷിപാൽ, ഗുഡ് ഈവനിംഗ്. ബജറ്റിനെ കുറിച്ചുള്ള വിലയിരുത്തലുകൾ, വിശദമായ ഒരു കോൺക്ലേവ് ഒക്കെ നമ്മൾ ഇതിനകം തന്നെ സംഘടിപ്പിച്ച് പൂർത്തിയാക്കി നിൽക്കുന്ന ഒരു ഘട്ടമാണ്. ഇവിടെ പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങൾ ഉയരുമ്പോഴും ഒരു പോപ്പുലർ ബജറ്റ് കൊണ്ടുവരാൻ കഴിയുമായിരുന്നു ഭരണപക്ഷത്തിന്, സർക്കാരിന്. പക്ഷേ അത് വേണ്ടെന്ന് വെച്ചത് നിലവിലെ യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ. എങ്ങനെ വേണം ഈ ബജറ്റിനെ വിലയിരുത്താൻ, റോഷിപാൽ? സൂര്യപാർവതി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന്, സംസ്ഥാനം നേരിടുന്ന ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇനി കൂടുതലൊന്നും സഹായം ഉണ്ടാകില്ലെന്ന വിലയിരുത്തൽ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബജറ്റ് ഇങ്ങനെ ഒരു ജനപ്രിയ ബജറ്റാക്കി മാറ്റാതിരുന്നത് എന്ന വിലയിരുത്തലാണ്. കാരണം ഇനി പ്രഖ്യാപനങ്ങൾ നടത്തി കഴിഞ്ഞാൽ അത് നിറവേറ്റാൻ കഴിയുമോ എന്ന ഒരു ആശങ്കയുണ്ട്. ഇപ്പോൾ അവതരിപ്പിച്ച ബജറ്റിന് തന്നെ ഈ സാമ്പത്തിക വർഷം 20,000 കോടി രൂപ കണ്ടെത്തണം. എന്നാൽ മാത്രമേ ഈ പ്രഖ്യാപിച്ച പദ്ധതികളൊക്കെ അത് യാഥാർത്ഥ്യമാക്കാൻ പറ്റൂ. അങ്ങനെയെങ്കിൽ ഇതിനപ്പുറത്തേക്ക് സാമൂഹ്യക്ഷേമ പെൻഷനിലടക്കം വർധനവ് വരുത്തിയാൽ അതുണ്ടാക്കുന്ന ബാധ്യത വളരെ വലുതായിരിക്കും. സർക്കാർ ജീവനക്കാരുടെ കുടിശ്ശിക, DA കുടിശ്ശികയും ശമ്പള പരിഷ്കരണം അടക്കം എല്ലാം ഇങ്ങനെ മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനൊപ്പം തന്നെ ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ തന്നെ 3 മാസത്തെ അതും മുടങ്ങിക്കിടക്കുന്നു. അപ്പോൾ സാമൂഹ്യക്ഷേമ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യുക, അതിനൊപ്പം തന്നെ വികസന പ്രവർത്തനങ്ങൾ അത് തടസ്സം കൂടാതെ നടപ്പിലാക്കുക, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സർക്കാരിന് മുന്നിൽ ഉണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ. ഒന്ന്, ഇനി വരുമാനം ഏതു വഴിക്ക് കണ്ടെത്തുമെന്ന വലിയ ചോദ്യമുണ്ടായിരുന്നു. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഭൂനികുതിയുടെ വർധനവ്. അതിനപ്പുറത്തേക്ക് വ്യവസായ മേഖലയിൽ നിന്നും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ധനമന്ത്രി കഴിഞ്ഞ ദിവസം അടക്കം പങ്കുവച്ചത്. കൂടുതൽ വ്യവസായങ്ങൾ കേരളത്തിലേക്ക് എത്തും, നിക്ഷേപം ഉണ്ടാകും, അതുവഴി കൂടുതൽ സാമ്പത്തികമായി മുന്നേറ്റം സംസ്ഥാനത്ത് ഉണ്ടാക്കാൻ കഴിയുമെന്ന്. രണ്ടാമത്, കിഫ്ബി വഴി തന്നെ വരുമാനം ഉറപ്പുവരുത്തുമെന്ന് ബജറ്റിലൊരു പ്രഖ്യാപനവുമുണ്ട്. അപ്പോൾ കിഫ്ബിയിലൂടെ ടോൾ പിരിക്കുമെന്ന അത് സ്ഥിരീകരിക്കുകയാണ് മന്ത്രി ചെയ്യുകയും ചെയ്യുന്നത്. ഏതായാലും ഇനി അങ്ങോട്ട് സ്വന്തമായി വരുമാനം കണ്ടെത്തി മുന്നോട്ട് പോകേണ്ട അവസ്ഥയിലാണെന്ന ഒരു കൃത്യമായ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ബജറ്റ് തയ്യാറാക്കുന്നത്. ഏതായാലും തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ മുന്നിലുണ്ട്. അടുത്തത് വോട്ട് ഓൺ അക്കൗണ്ട് ആയിരിക്കും. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പോ അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പോ ഈ പെൻഷൻ തുക വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം തെരഞ്ഞെടുപ്പ് തൊട്ടു മുമ്പ് പലതരത്തിലുള്ള പ്രഖ്യാപനങ്ങളും ഉണ്ടാകാം. ഏതായാലും അതൊക്കെ കാത്തിരിക്കാം. നിലവിലത്തെ സാഹചര്യത്തിൽ കൂടുതൽ ആകർഷണീയമായ ഒരു ബജറ്റ് ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. സാധാരണഗതിയിൽ ഇത്തരം പൊടിപ്പും തൊങ്ങലും വെച്ചുള്ള ബജറ്റല്ല, അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങൾ ധനമന്ത്രി KN ബാലഗോപാലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്ന് പലതരത്തിൽ അഭിപ്രായങ്ങളുണ്ടായിരുന്നു. ആ അഭിപ്രായങ്ങൾ ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് ബജറ്റ് പോയത്. ഇത് യാഥാർത്ഥ്യം മനസ്സിലാക്കിയുള്ള ബജറ്റാണെന്ന് ഭരണകക്ഷി വിലയിരുത്തുമ്പോൾ ബജറ്റ് ഒട്ടും യാഥാർത്ഥ്യമില്ലാത്ത ബജറ്റാണെന്നും വസ്തുതാവിരുദ്ധമാണ്, തുടക്കത്തിലുള്ള പ്രഖ്യാപനങ്ങൾ പോലും സംസ്ഥാനം സാമ്പത്തികമായി മുന്നേറ്റത്തിൻ്റെ പാതയിലാണെന്ന ആമുഖത്തിലെ ഭാഗം പോലും പച്ചക്കള്ളമാണെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നുണ്ട്. ഏതായാലും ഒരു പ്രായോഗികമായ വിമർശനം മാത്രമാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നതും ശ്രദ്ധേയമാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ കാണാം ഈ ഭൂനികുതി വർധനവിനെതിരെ പ്രതിപക്ഷം ശക്തിയുക്തം മുന്നോട്ട് പോകും. അത് നിയമസഭയിലും അത് ഒരായുധമാക്കി പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരാനാണ് സാധ്യത. സുജ.